ഹലോ, ലിഗ്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗ്രീൻ പീസ് എഗ്ഗ് മസാല കണ്ടാലോ? അതിന് വേണ്ടി 4-5 മണിക്കൂർ പുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കുക. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കേ. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത് മാത്രമേ ഞാൻ ഇവിടെ ചേർക്കണുള്ളൂ കേട്ടോ. ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇവിടെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇനി ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് സൈഡിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട നന്നായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ ഉപ്പോ എരിവോ പോരായ്ക ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേ. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് കോഴിക്കോട് ബീച്ചിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് എഗ്ഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.